So next question, diagonalization എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി മെട്രിക്സ് ക്യാപിറ്റൽ എ 3 4 -1 7. Diagonalize this matrix A if possible എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എപ്പോഴും ഡയഗണലൈസേഷൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് ഇഫ് പോസിബിൾ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത് അതിനകത്ത് കേട്ടോ, ഒരു സെൻറ്റൻസ് കൂടെ അതിനകത്തുള്ളത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് a minus lambda equal to 0. That is 3 minus lambda 4 minus 1 7 minus lambda equal to 0. So you will be get 3 minus lambda into 7 minus lambda minus of minus 4 equal to 0. Implies 21 minus 7 lambda minus 3 lambda plus lambda square plus 4 equal to 0. That will be get lambda square minus 10 lambda plus 25 equal to 0, which means lambda minus actually 5 അല്ലേ, lambda minus 5 into lambda minus 5 equal to 0, which implies lambda equal to 5. അപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ ഉടനെ നമുക്ക് ഡയഗണലൈസബിൾ അല്ല എന്ന് എഴുതാനും പറ്റത്തില്ല. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് അല്ലാത്ത കാരണം ഇനി ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ച് അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഐഗൺ വെക്ടർ കാണും. ടു ഫൈൻഡ് ഐഗൺ വെക്ടർ a minus lambda i into k equal to 0 സോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് a മൈനസ് ലാംഡയ്ക്ക് 5 കൊടുത്തു, ഐഗൺ വെക്ടർ ഓഫ് ലാംഡ ഈക്വൽ ടു 5 ആണ് കണ്ടുപിടിക്കുന്നത്. 5i into k equal to 0, that is 3 minus 5 4 minus 1 7 minus 5 into x1 x2 equal to 0, that is minus 2 4 minus 1 2 x1 x2 equal to 0. So this matrix ഒരു b എന്ന് വിളിച്ചാൽ minus 2 4 minus 1 2നെ ആദ്യം എന്ത് ചെയ്യുന്നു, r1 is changes into minus 1/2 into r1 ചെയ്താൽ 1 ആവും, minus 2 ആവും പകുതി, and minus 1 2. This is again changes to r2 is changes to r2 plus r1 ചെയ്തു. അപ്പോൾ നമുക്ക് 1 minus 2 ഉണ്ട്, ഇത് ആഡ് ചെയ്യുമ്പോൾ 0, ഇത് ആഡ് ചെയ്യുമ്പോൾ 0. therefore ഇതിൻ്റെ ബാക്കി ഇവിടെ എഴുതാണ്. therefore rank of b equal to 1 and number of variable equal to 2. therefore അതിൻ്റെ ഡിഫറൻസിനാണ് നമ്മൾ ആർബിട്രറി വാല്യൂ കൊടുക്കുന്നത്. 1 വേരിയബിൾ will be arbitrary chosen. അങ്ങനെ അത് ഏതാണെന്നറിയാൻ സിസ്റ്റം റീറൈറ്റ് ചെയ്യുമ്പോൾ x1 minus 2x2 0, that is x1 equal to 2x2. choose x2 equal to 1 എന്ന് കൊടുത്താൽ x1 will be 2 ആവും അല്ലേ. therefore k equal to the vector x1 x2 is equal to 2 1 എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഈ x2ന് വേറെ ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ വേറെയും ഐഗൺ വെക്ടേഴ്സ് കിട്ടും. അപ്പോൾ ഇതുമായിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഐഗൺ വെക്ടേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ x2ന് വേറെ എന്ത് വാല്യൂ കൊടുത്താലും x1 x2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്വൈസ് അല്ലേ വരിക. ഇപ്പോൾ നോക്കി, x1 is equal to 2x2, x2ന് 1 കൊടുത്തത് കൊണ്ട് ഇതിൻ്റെ 1 into 2, ഇതിന് 2 കൊടുത്താൽ 2 into 4 വരും, ഇതിന് 3 കൊടുത്താൽ 6 വരും, ഇതിന് 4 കൊടുത്താൽ 8 വരും, ഒന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ if we choose x2 equal to 2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ k will be equal to എന്താ വരിക, നമുക്ക് x1 x2 വരും. ദാറ്റ് ഈസ് x1 is 2x2 ആണ്, അപ്പോൾ 4 2 എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ 4 2 എന്ന് വരുമ്പോൾ ഞാൻ ഇതിന്നൊരു 2 ഔട്ട്സൈഡ് എടുത്തു. 2 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, 2 1 എന്ന് എഴുതാം. അങ്ങനെ എഴുതിക്കൂടെ, 2 into 2 4, 2 into 1 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 1 തന്നെയായിരുന്നു എന്ത്, ഓൾറെഡി ഇതിനെ k1 എന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ k2 ആണ് പുതിയത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതെന്ത് കിട്ടി, k2 equal to 2k1 എന്ന് കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾ x2ന് എന്ത് വാല്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്ന് 2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, 2 അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ചൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു നമ്പർ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് k1 തന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഏത് k2 നിങ്ങൾ കണ്ടുപിടിച്ചാലും ദാറ്റ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് k1ൻ്റെ മൾട്ടിപ്പിളാണ് കിട്ടുന്നത്. വിച്ച് ഇംപ്ലൈസ് ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിന് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ് കിട്ടുന്നില്ല, ഒരേ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടറേ കിട്ടുന്നുള്ളൂ. വിച്ച് ഇംപ്ലൈസ് the 2/2 matrix has no 2 linearly independent eigenvectors. 2 linearly independent eigenvectors. അപ്പോൾ
ഒരു 2x2 മെട്രിക്സിന് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് ഡയഗണലൈസബിൾ ആവുള്ളൂ. ഇവിടെ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ് ഇല്ല, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടറേ ഉള്ളൂ. ദെർഫോർ എ ഈസ് നോട്ട് ഡയഗണലൈസബിൾ. അപ്പോൾ എ എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് ഓർത്തോഗണലി ഡയഗണലൈസബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഒരു സിമ്മട്രിക് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്മട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് നോക്കുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആവുന്ന ഐഗൺ വെക്ടേഴ്സ് ഓർത്തോഗണലാണെന്നും അവരുപയോഗിച്ച് നമുക്ക് പി എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നും പറഞ്ഞു. ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത ഐഗൺ വെക്ടേഴ്സാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരെ ചൂസ് ചെയ്യുകയും അവരിൽ നിന്നും ഗ്രാം-ഷ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് യൂസ് ചെയ്ത് ഓർത്തോഗണൽ വെക്ടേഴ്സ് ഉണ്ടാക്കി എന്നിട്ട് അതിനെ ഓർത്തോഗണൽ മെട്രിക്സ് അതിൽ നിന്നും ഫോം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ സിമ്മട്രിക് മെട്രിക്സിനാണ് ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് സിമ്മട്രിക് മെട്രിക്സ് ഡയഗണലൈസബിളും കൂടി ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിമ്മട്രിക് മെട്രിക്സിന് എന്തുണ്ടാവും? ഓർത്തോഗണൽ ഡയഗണലൈസബിൾ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ സെക്ഷനാണ് അല്ലെങ്കിൽ ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താ ദി n/n മെട്രിക്സ് A ഈസ് ഡയഗണലൈസബിൾ if and only if A is symmetric. ഒരു സിമ്മട്രിക് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഓർത്തോഗണാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഓർത്തോഗണൽ മെട്രിക്സ് കിട്ടും. ആ ഓർത്തോഗണൽ മെട്രിക്സ് ഡയഗണലൈസബിളും കൂടി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി, അതെപ്പോഴും പറ്റും. കാരണം നമ്മൾ ആ ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ടാക്കുന്നത് തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ടുള്ള വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഗ്രാം-ഷ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് ഒക്കെ ഓർത്തോഗണൽ വെക്ടേഴ്സ് കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും സിമ്മട്രിക് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? ഓർത്തോഗണലി. ഇവിടെ ഞാൻ ശരിക്കും ഓർത്തോഗണലി എന്നും കൂടെ എഴുതണം. എ ഈസ് ഓർത്തോഗണലി ഡയഗണലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് സിമ്മട്രിക്. അപ്പോൾ ഒരു സിമ്മട്രിക് മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർത്തോഗണലി ഡയഗണലൈസബിൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനായിട്ട് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എ സിമ്മട്രിക് മെട്രിക്സ് എ ഈസ് ഓർത്തോഗണലി ഡയഗണലൈസബിൾ if there is a non-singular orthogonal matrix എന്ന് തന്നെ എനിക്ക് പറയാം. ഓർത്തോഗണൽ മെട്രിക്സ് പി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഓർത്തോഗണൽ മെട്രിക്സ് പി സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ഇവിടെ പിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഓർത്തോഗണാലിറ്റിയും കൂടി എക്സ്ട്രാ ഉണ്ട്. വെറും നോൺ സിംഗുലാർ അല്ല, ഓർത്തോഗണൽ നോൺ സിംഗുലാർ ആണ്. ഓക്കെ, പി ഇൻവേഴ്സ് എ പി ഈസ് ഈക്വൽ ടു ഡി. ഇനി നമുക്കറിയാം ഓർത്തോഗണൽ മെട്രിക്സിനൊരു പ്രത്യേകതയുണ്ട്. ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ, പി ഓർത്തോഗണൽ ആണെങ്കിൽ അതിൻ്റെ പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ പി ട്രാൻസ്പോസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെ എനിക്ക് എന്തുകൊണ്ട് എഴുതാം? സച്ച് ദാറ്റ് എന്തുകൂടി എഴുതാം? എസ് ടി എന്ന് എഴുതിയ സച്ച് ദാറ്റ് എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. പി ഇൻവേഴ്സിന് പകരം എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? പി ട്രാൻസ്പോസ് എ പി ഈസ് ഈക്വൽ ടു ഡി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഓർത്തോഗണലി ഡയഗണലൈസബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പി ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഇല്ല, പി ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ മതി. പി ട്രാൻസ്പോസ് എ പി വിൽ ബി ഈക്വൽ ടു ഡി. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, find orthogonal matrix P such that P diagonalizes A so that പി ട്രാൻസ്പോസ് എ പി ഈക്വൽ ടു സം ഡി. ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന പി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഡിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. വേർ എ ഈസ് ഈക്വൽ ടു ദ മെട്രിക്സ് 1 1 1 1. ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 1 മൈനസ് ലാംഡ 1 1
1 minus lambda equal to 0, which implies 1 minus lambda into 1 minus lambda minus 1 equal to 0, which implies 1 minus lambda plus lambda square minus 1 equal to 0, which implies lambda square minus 2 lambda 0, which implies lambda into lambda minus 2 0, which implies either lambda equal to 0 or lambda minus 2 equal to 0, which implies lambda equal to 0 and lambda equal to 2 are the eigenvalues. Distinct eigenvalues ആണ് 0യും 2ഉം അല്ലേ. Since they are distinct, it is diagonalizable. And their corresponding eigenvectors are orthogonal. കാരണം സിമെട്രിക് മെട്രിക്സും ആണല്ലോ. കറസ്പോണ്ടിങ് eigenvectors are orthogonal ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അത് എക്സ്ട്രാ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് സിമെട്രിക് മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകത. ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഐഗൺ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണ്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. അതുകൊണ്ട് അവിടുത്തെ ലീനിയർലി ഇൻഡിപെൻഡൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. വീണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻസ് പിന്നെ ചെക്ക് ചെയ്യാൻ പോകേണ്ട ആ കേസിൽ. ഓക്കെ, അപ്പോൾ ലാംഡ ഈക്വൽ ടു 0യും ലാംഡ ഈക്വൽ ടു 2ഉം കിട്ടി. ഇവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കണം. അത് ചെയ്യാം. നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആൻസർ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലാംഡ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയി ഐഗൺ വെക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി a മൈനസ് ലാംഡ ഇൻറ്റു കെ ഈക്വൽ ടു 0. ലാംഡ 0 ആണ്. അപ്പോൾ ഈ ടേം മൊത്തം പോയി. AK ഈക്വൽ ടു 0. എ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 നോക്കി 1 1 0 0. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടുന്നു. ആൻഡ് റാങ്ക് ഓഫ് എ 1 ആണെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് 2 ആണ്. അപ്പോൾ ഒരു വേരിയബിളിന് ആർബിട്രറി വാല്യൂ കൊടുക്കണം. ദാറ്റ് ഈസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0 ഇംപ്ലൈസ് x1 ഈക്വൽ ടു മൈനസ് x2. സോ ലെറ്റ് x2 ഈക്വൽ ടു 1 കൊടുത്തു. അപ്പോൾ x1 എന്താവും? -1 ആവും. ദെർഫോർ k വിൽ ബി ഈക്വൽ ടു k1 ഈസ് -1 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു എന്തായിരുന്നു? 0യും ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 0യും 2 ആയിരുന്നു. 2ന് കറസ്പോണ്ടിങ് ആയത് a മൈനസ് 2i ഇൻറ്റു കെ ഈക്വൽ ടു 0. ദറ്റ് ഈസ് a മൈനസ് 2i എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 1 1 1 മൈനസ് 2 ഇൻറ്റു x1 x2 ഈക്വൽ ടു 0. ദറ്റ് ഈസ് -1 1 1 മൈനസ് 1 x1 x2 ഈക്വൽ ടു 0. ഇതിനെ ഞാൻ b എന്ന് വിളിക്കുന്നു. ടേക്ക് b ഈക്വൽ ടു, ഇതിൻ്റെ ബാലൻസ് ഇവിടെയാണ് എഴുതുന്നത്. b ഈക്വൽ ടു -1 1 1 മൈനസ് 1. ദറ്റ് ഈസ് ചേഞ്ചസ് ഇൻറ്റു എന്ത് ചെയ്യുന്നു? R1 ഈസ് ചേഞ്ചസ് ഇൻറ്റു -1 ഇൻറ്റു R1 ചെയ്തു. സോ 1 മൈനസ് 1 1 മൈനസ് 1 ആവും. ദെൻ R2 ഈസ് ചേഞ്ചസ് ഇൻറ്റു R2 മൈനസ് R1 ചെയ്തു. അപ്പോൾ 1 മൈനസ് 1 1 ഇതെന്നത് കുറയ്ക്കുമ്പോൾ 0 0 എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് റാങ്ക് ഓഫ് b 1 ആവും. നമ്പർ ഓഫ് വേരിയബിൾ 2 ആണ്. ഒരു വേരിയബിളിന് ആർബിട്രറി വാല്യൂ കൊടുക്കണം. അവിടെ നിന്ന് x1 മൈനസ് x2 ആണ് 0 കിട്ടുന്നത്. ദറ്റ് ഈസ് x1 ഈക്വൽ ടു x2. അപ്പോൾ ലെറ്റ് x2 ഈക്വൽ ടു 1 കൊടുത്താൽ വി ഗെറ്റ് x1 എന്ന് പറയുന്നത് 1 ആവും. ദെർഫോർ k2 ഈക്വൽ ടു ദി ഐഗൺ വെക്റ്റർ x1 x2 ഈക്വൽ ടു 1 1 ആവും. ഓക്കെ, രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആയതുകൊണ്ട് അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ k1ഉം k2ഉം ഓർത്തോഗണലാണ്. വിച്ച് ഇംപ്ലൈസ് k1 ആൻഡ് k2 ആർ ഓർത്തോഗണലാണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് വേണ്ടത് ഓർത്തോ നോർമൽ. പി പറയുന്ന മെട്രിക്സ് ഉണ്ടാക്കണമെങ്കിൽ ഓർത്തോ നോർമലാണ് വേണ്ടത്. കാരണം നമ്മൾ സിമെട്രിക് മെട്രിക്സിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നോം k1 is equal to root of k1 dot k1, that is root of k1 transpose k1, that is equal to root of k1 is -1 1ൻ്റെ ട്രാൻസ്പോസും -1 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 + 1 that is equal to √2 എന്ന് കിട്ടും. അതേപോലെ നോം k2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 1 1 1 വീണ്ടും ചെയ്യുമ്പോൾ √2 എന്ന് കിട്ടും. ദെർഫോർ പി എന്ന് പറയുന്ന മെട്രിക്സ് എന്താവും? x1 x2. x1 ഈസ് അതായത് എഴുതാം അല്ലേ. ദെർഫോർ x1 is equal to k1 divided by norm k1, that is 1 by √2 into k1 is 1 -1 1, that is equal to -1 by √2 1 by √2. അതേപോലെ x2 is equal to k2 divided by norm k2, that is 1 by √2 into 1 1, that is 1 by √2 1 by √2.
അപ്പോൾ ഇതാണ് നമ്മളുടെ പി പറയുന്ന മെട്രിക്സ്. x1 x2 2 കോളത്തിലാക്കി എഴുതിയാൽ പി പറയുന്ന മെട്രിക്സ് കിട്ടുന്നു. അപ്പോൾ മെട്രിക്സ് പി. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഡയഗണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പി കിട്ടി. ഇനി പി ട്രാൻസ്പോസ് എ പി ഈക്വൽ ടു ഡി എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. സോ വാട്ട് ഈസ് പി ട്രാൻസ്പോസ്? ഫസ്റ്റ് റോ ഈസ് ചേഞ്ച്ഡ് ആസ് ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് റോ ഈസ് ചേഞ്ച്ഡ് ആസ് സെക്കൻഡ് കോളം എന്ന് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ സെയിം മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടുന്നത്. ആൻഡ് പി ട്രാൻസ്പോസ് എ പി ചെയ്യണം. പി ട്രാൻസ്പോസ് അവിടെ നിൽക്കട്ടെ, എ ഇൻറ്റു പി ആദ്യം ചെയ്യാം. വാട്ട് ഈസ് എ ഇൻറ്റു പി? എ ഈസ് ദ മെട്രിക്സ് 1 1 1 1. പി ട്രാൻസ്പോസ് പി എന്ന് പറയുമ്പോൾ -1/√2 1/√2 1/√2 1/√2 ചെയ്യണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി ട്രാൻസ്പോസ് ഇൻറ്റു പി ട്രാൻസ്പോസ് അവിടെ നിൽക്കട്ടെ, പിന്നെ ചെയ്യാം. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1/√2 + 1/√2 0 -1/√2 1/√2 2/√2 വരും. 2/√2 ഇവിടെയും ചെയ്യുമ്പോൾ 0 2/√2 ചെയ്ത് നോക്കിയാൽ മതി. ഇനി അത് പി ട്രാൻസ്പോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1/√2 1/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി ട്രാൻസ്പോസിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2/√2 0 2/√2 എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 0 ദിസ് വിൽ ബി 0 -2/√2 + 2/√2 0. ഇത് ചെയ്യുമ്പോൾ 0 0 ഇതെന്ത് വരും? 2/√2 2/2 1 + 1 ദാറ്റ് ഈസ് 2. സോ ഇത് ഡയഗണൽ മെട്രിക്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് മാത്രമല്ല 0യും 2 ആയിരുന്നു നമ്മുടെ ഐഗൺ വാല്യൂസ് തന്നെ ഡയഗണലിൽ വന്നിട്ടുമുണ്ട്. സോ ദിസ് ഈസ് ഡി. ഇതാണ് ഡി എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഓർത്തോഗണലി ഡയഗണലൈസബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. തന്ന ക്വസ്റ്റ്യൻ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അവർ പറയും സിമെട്രിക് മെട്രിക്സിനെ ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ പോലെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കണ്ടുപിടിക്കുക. ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് ഓർത്തോഗണലാണ്. അതിന് ഓർത്തോ നോർമലാക്കാൻ കറസ്പോണ്ടിങ് നോമോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ആൾക്കാരെ അതിനാണ് x1 x2 എന്ന് വിളിക്കുന്നത്. നോമോ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് അതിന് ഓരോ കോളത്തിലാക്കി എഴുതിയാൽ പി കിട്ടും. പി ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. പി ട്രാൻസ്പോസ് ഇൻറ്റു എ പി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡയഗണൽ മെട്രിക്സ് കിട്ടും. ആ കിട്ടുന്ന ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണലിലുള്ള വാല്യൂസ് നമ്മുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. ഈ കേസിൽ ഐഗൺ വാല്യൂസ് 0യും 2 ആയിരുന്നു. അത് തന്നെ നമുക്ക് ഡയഗണലിൽ കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ.